ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുൽത്തകിടിയും പൂന്തോട്ടത്തിന് നടുവിലുള്ള പാതിയരികിൽ കാർ നിൽക്കുമ്പോഴേക്കും ദൈവമേ, ഇത് ആരൊക്കെയാ വന്നിരിക്കുന്നതെന്ന് സന്തോഷത്തോടെ തന്നെത്താൻ പറഞ്ഞുകൊണ്ട് അലീന കാറിനടുത്തേക്കൂടി. കാറിൻ്റെ ഡോർ തുറന്ന് ഒരു പെൺകുട്ടി ഇറങ്ങുന്നതും അലീനച്ച് ചെന്ന് വിളിച്ചുകൊണ്ട് അവൾ മൂടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. ക്ഷണം രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കുറച്ചു നേരം നിന്നു. ഇതെല്ലാം നോക്കി സ്റ്റാൻലി അത്ഭുതത്തോടെ നായ്ക്കൂടിനരികെ നിന്നു. അല്പം കഷണ്ടിയുള്ള ഒരു മധ്യവയസ്കനും ഒരു മധ്യവയസ്കയും കൂടി കാറിൽ നിന്നിറങ്ങിയതും അലീന അവരുടെ അടുത്തേക്ക് വരുന്നതും സ്റ്റാൻലി കണ്ടു. മധ്യവയസ്കൻ അലീനയ്ക്ക് ഷേക്ക് ഹാൻഡ് നൽകുന്നതും സ്ത്രീ അവളുടെ തോളത്ത് കൈവച്ച് കുശലം പറയുന്നതും സ്റ്റാൻലിക്ക് അതിശയമായി. ഇവരൊക്കെ ആരാണ്? എവിടുന്ന് വരുന്നു? നായ്ക്കൂട്ടുകളിൽ കിടന്ന് നായ്ക്കൾ ഗർജിക്കുന്നുണ്ടായിരുന്നു. സ്റ്റാൻലിയുടെ സമീപം സ്വതന്ത്രരായി നിന്ന രണ്ടു നായ്ക്കളെ സ്റ്റാൻലി ഒരാംഗ്യ വിക്ഷേപം കൊണ്ട് അടക്കി നിർത്തി. അലീന അതിഥികളെ സ്റ്റാൻലി നിൽക്കുന്നിടത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ആദ്യം സ്റ്റാൻലി അവർക്ക് പരിചയപ്പെടുത്തി. ഇത് എൻ്റെ പപ്പ. രേവതിക്കുട്ടി ഇമയനക്കാതെ സ്റ്റാൻലിയെ തന്നെ നോക്കി നിന്നു. അവളുടെ അലീന ചേച്ചിയുടെ പപ്പയെ ആദ്യമായി കാണുകയാണ്. അലീന വർണ്ണിച്ചു കേൾപ്പിച്ചപ്പോഴൊക്കെ മനസ്സിൽ രൂപപ്പെട്ട കേണലിൻ്റെ ചിത്രവുമായി വലിയ വ്യത്യാസമൊന്നുമില്ല. പപ്പ, ഇത് മാമച്ചനങ്ങളും ഗ്രേസമ്മ ആൻറ്റിയും എറണാകുളത്തു നിന്ന് വരിക. ഞാൻ പറഞ്ഞിരുന്നില്ലേ? സ്റ്റാൻലിയുടെ നെറ്റി ചുളിഞ്ഞു. ഷെറിനെ സ്നേഹിച്ച ചെറുപ്പക്കാരൻ്റെ മാതാപിതാക്കളാണോ ഇവർ? അവരുടെ മകനാണോ ആക്സിഡൻറ്റിൽ മരിച്ചുപോയത്? പപ്പ എന്താ ഒന്നും മിണ്ടാത്തത്? അലീന ആശ്ചര്യത്തോടെ സ്റ്റാൻലിയെ നോക്കി. ഓ സോറി. സ്റ്റാൻലി മാമച്ചൻ്റെ നേർക്ക് കൈനീട്ടി. ക്ലാസ് ടു മീറ്റ് യു. മാമച്ചനും കൈനീട്ടി ഹസ്തദാനം നൽകി. വിത്ത് പ്ലഷർ. ഗ്രേസമ്മ ശിരസൽപ്പം നമിച്ച് ഒരു ഹലോ പറഞ്ഞു. പപ്പയ്ക്ക് മനസ്സിലായോ? ജിജോമോൻ്റെ പപ്പയും അമ്മയുമായത്. ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? റാണി ആൻറ്റിയുമായി ബന്ധപ്പെട്ട് ഇഷ്ടത്തിലായിരുന്ന. മനസ്സിലായി. നീ ഇവരുടെ പേര് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. സ്റ്റാൻലി സമ്മതിച്ചു. ഇവളെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇത് രേവതിക്കുട്ടി, എൻ്റെ അനുജത്തി. അലീന അവളുടെ തോളത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. സ്റ്റാൻലിക്ക് അത് ശരിക്കും മനസ്സിലായില്ല. ഇവരുടെ മകളാണോ? മകളെപ്പോലെ തന്നെയാണ്, ഗ്രേസ്മ പുഞ്ചിരിയോടെ പറഞ്ഞു. ഓർഫനേജിൽ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു പപ്പ. ഇപ്പം ഇവർ മാമച്ചനങ്ങളുടെയും ആൻറ്റിയുടെയും കൂടെയാണ് താമസം. ഞാൻ പപ്പയുടെ അടുത്ത് നിൽക്കണ പോലെ. ഇവരുടെ ബന്ധുവാണോ ഈ കുട്ടി? സ്റ്റാൻലി അലീനയോട് ചോദിച്ചു. രക്തബന്ധമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെയൊന്നുമില്ല, മാമച്ചൻ പറഞ്ഞു. പപ്പ, ഞാൻ ഇവളെ അങ്കിളിൻ്റെ വീട്ടിൽ എത്തിച്ചു കൊടുത്തത് വീട്ടുജോലിക്കാരിയായിട്ടാണ്. സ്റ്റാൻലി വീണ്ടും രേവതിക്കുട്ടിയെ നോക്കി. വീട്ടുജോലിക്കാരിയല്ല മുമ്പിൽ നിൽക്കുന്നത്. വെലുപിടിച്ച ചുരിദാർ, കഴുത്തിലും കാതിലും കയ്യിലും ആഭരണങ്ങൾ. കുബേരകുമാരിയാണെന്നേ കണ്ടാൽ തോന്നൂ. ഇവർ ഇന്ന് വരുമെന്ന് നിനക്കറിയാമായിരുന്നു? സ്റ്റാൻലി അലീനയെ നോക്കി. ഇന്ന് വരുമെന്നറിയില്ലായിരുന്നു, പക്ഷെ ഒരു ദിവസം ഓർക്കാപ്പുറത്ത് വന്ന് എന്നെ ഞെട്ടിക്കുമെന്ന് ഇവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ടുള്ള റോഡും അഡ്രസ്സുമൊക്കെ ഇവർക്കറിയാമായിരുന്നു. അതെല്ലാം ഞാൻ പിന്നെ ഇവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാ, അലീന ചെറുചിരിയോടെ പറഞ്ഞു. അലീനയെ കാണാൻ വേണ്ടി മാത്രമാണോ നിങ്ങൾ എറണാകുളത്ത് നിന്നും ഇവിടെ വരെ വന്നത്? സ്റ്റാൻലിയുടെ സംശയം തീർന്നില്ല. നിനക്ക് നേരത്തെ ഇവരെ പരിചയമുണ്ടായിരുന്നോ അലീന? സ്റ്റാൻലി അലീനയുടെ നേർക്ക് സൂക്ഷിച്ചു നോക്കി. മാമച്ചൻ മറുപടി എന്ന പോലെ പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, രേവതിക്കുട്ടിക്ക് ഞങ്ങൾക്ക് എത്തിച്ചു തന്നത് അലീനയാണ്. ഇനിയിപ്പോൾ രേവതിക്കുട്ടി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വീട്ടു വേലക്കാരി മാത്രമല്ല, അവൾ ഞങ്ങളുടെ നഴ്സാണ്, പ്രൈവറ്റ് സെക്രട്ടറിയാണ്, പേഴ്സണൽ മാനേജറാണ്, ഞങ്ങളുടെ പെറ്റാണ്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പം ഇവളാണ് ഞങ്ങളുടെ സർവ്വവും. ഇവളോടുള്ള പോലെ ഒരു വാത്സല്യം ഞങ്ങൾക്ക് അലീനയോടുമുണ്ട്. അലീന പാലായിൽ താമസിക്കുമ്പോഴും ആ വീട്ടിൽ ഞങ്ങൾ കാണാൻ ചെന്നിരുന്നു. അവൾ പലവട്ടം പാലാരിവട്ടത്തുള്ള ഞങ്ങളുടെ വീട്ടിലും വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് അലീനയെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും അറിയാം, മിസ്റ്റർ സ്റ്റാൻലി, മാമച്ചൻ വിശദീകരിച്ചു. സ്റ്റാൻലി മെല്ലെ തലയാട്ടി. ശരി അലീന, നീ ഇവരെ വീട്ടിലേക്ക് കൊണ്ടു, ഞാൻ വന്നേക്കാം. അലീന മാമച്ചനെയും ഗ്രേസമ്മയും രേവതിക്കുട്ടിയെയും നയിച്ചുകൊണ്ട് വീടിന് അണിനീർക്ക് നടന്നു. അലീന, ഷെറിൻ ഇവിടെ ഇല്ലേ? സിറ്റൗട്ടിലേക്ക് കയറിയപ്പോൾ ഗ്രേസമ്മ ആകാംക്ഷ അടക്കാനാവാതെ ചോദിച്ചു. ആൻറ്റിക്ക് കാണാൻ അത്രയ്ക്ക് ധൃതിയായോ? അലീന പുഞ്ചിരിയോടെ ചോദിച്ചു. അതിനുവേണ്ടിയല്ല ഇത്ര ദൂരം വന്നത്. ഷെറിൻ ചേച്ചിയെ അലീന ചേച്ചി ഇവിടെ കൂട്ടിക്കൊണ്ട് വന്ന അന്നു മുതൽ പറയുന്നതാ, കുളുത്തപ്പുഴയ്ക്ക് പോകാമെന്ന്. രേവതിക്കുട്ടി വെളിപ്പെടുത്തി. അപ്പോൾ എന്നെ കാണാൻ വന്നതല്ല, അലീന പരിഭവസ്വരത്തിൽ പറഞ്ഞു. ഞാൻ അലീന ചേച്ചിയെ കാണാൻ വന്നതാ. അലീന ചേച്ചി മാത്രമല്ല, പപ്പയെ. രേവതിക്കുട്ടി പറഞ്ഞു. എൻ്റെ പപ്പ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അലീന അടക്കിയ സ്വരത്തിൽ ചോദിച്ചു. ഈ അജാനുബാഹു എന്ന വാക്കിൻ്റെ ശരിക്കുള്ള അർത്ഥം എന്താണെന്ന് സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊന്നും എനിക്ക് ഒരു പിടിയും കിട്ടിയിട്ടില്ലായിരുന്നു. ഇപ്പം മനസ്സിലായി. രേവതിക്കുട്ടി പറഞ്ഞു നിർത്തിയതും മാമച്ചൻ പൊട്ടിച്ചിരിച്ചു.
അലീന ചിരിച്ചുകൊണ്ട് രേവതിക്കുട്ടിയുടെ കൈത്തണ്ടയിൽ നുള്ളി. വേറൊരു വിശേഷണം കണ്ടില്ലേടി നീ? ചുമ്മാതിരുന്ന് തിന്നും കുടിച്ചും ചീർത്തു പോയതായിരിക്കും അല്ലേ അലീന ചേച്ചി? അതൊക്കെ ഞാൻ കൺട്രോൾ ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളെന്നോ? ഇതൊക്കെ എന്നെ കൊണ്ട് കണ്ടു പഠിക്കണ്ടേ? ഇതുങ്ങൾ രണ്ടും എങ്ങനെ ഇരുന്നതാണെന്ന് അലീന ചേച്ചിക്ക് അറിയാലോ. ഞാൻ ഒരൊറ്റ പിടുത്തം പിടിച്ചു. ഇപ്പം കണ്ടോ? കാണാൻ എന്തിരിക്കുന്നു? ബലൂണിൻ്റെ കാറ്റ് കുത്തിവിട്ട് വല്ലതും കാണാനുണ്ടോ? സുന്ദരനും സുന്ദരിയുമായിട്ടിരിക്കുന്ന ഞാനും ഗ്രേസമ്മയും ഇപ്പം കണ്ട അത്താഴപ്പട്ടിണി കിടക്കുന്ന ദരിദ്രവാസികളാണെന്നേ തോന്നു, മാമച്ചൻ പറഞ്ഞു. ദൈവാനുഗ്രഹം കൊണ്ട് അത്താഴപ്പട്ടിണിയാണെങ്കിലും ഉണ്ടല്ലോ, അതുപോലെ ഇല്ലാത്ത എത്രയോ പേരുണ്ട്. രേവതിക്കുട്ടി പറഞ്ഞതും അലീന പൊട്ടിച്ചിരിച്ചു. തമാശയാണെന്ന് വിചാരിച്ചാണോ അലീന ചേച്ചി ചിരിച്ചത്? ഇതവൾ കാണാപ്പാടം പഠിച്ചു വെച്ചിരിക്കുന്നതാ. ഫലിതബന്ധുക്കളാ ഇതുപോലത്തെ 5-6 കല്യാണത്തിനും മരിച്ചടക്കിനും മാമോദിസയ്ക്കും ഒക്കെ സ്ഥലവും കാലവും നോക്കാതെ തട്ടിവിടും. ഞങ്ങൾക്കിത് കേട്ട് കേട്ട് ഇപ്പം കരച്ചിൽ പോലും വരത്തില്ലെന്നായി. മാമച്ചൻ പറഞ്ഞത് കേട്ട് അലീനയ്ക്ക് വീണ്ടും ചിരി പൊട്ടി. അത് ശരിയാ, അങ്കിളിനെ ചിരിപ്പിക്കാൻ ചാർലി ചാപ്ലിൻ നോക്കിയിട്ട് പോലും പറ്റിയില്ല കേട്ടോ. വണ്ട് തന്നെ വേണം, രേവതിക്കുട്ടി പറഞ്ഞു. വണ്ടോ? ആ വണ്ട്. ഒരു ദിവസം ഞാൻ വിത്തൗട്ട് കട്ടൻ ചായയുമായി ചെന്നപ്പോൾ മുറിയിലിരുന്ന് തന്നെത്താൻ ചിരിക്കുന്നു. ഒരു വണ്ട് അങ്കിളിൻ്റെ മുമ്പിൽ നിലത്ത് മലർന്ന് കിടന്ന് വട്ടം ചുറ്റുന്നുണ്ട്. ഭിത്തിയിലോ മറ്റോ തട്ടി വീണതാ. 1.5 മണിക്കൂറായിട്ട് പഠിച്ച പണി 18 നോക്കിയിട്ടും വണ്ടിന് എണീൽക്കാൻ പറ്റാത്തത് കണ്ടിട്ടാണ് ചിരി. എങ്ങനെയുണ്ട്? ആ വിത്തൗട്ട് കലക്കി. കേട്ടോടി, ഞാനൊരു പ്രമേഹ രോഗിയാണെന്ന് എവിടെ വെച്ചും വിളംബരം ചെയ്യാൻ ഇവള് കണ്ടുപിടിച്ച് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വാക്കാണ്. മാമച്ചൻ വിപരീതാർത്ഥത്തിൽ രേവതിക്കുട്ടി അഭിനന്ദിച്ചു. ഇവളെ ലോകസഭാ സമ്മേളനം കാണിക്കാൻ കൊണ്ടുപോയാൽ അവിടെ അവൾ ഈ വാക്കുപയോഗിച്ച പാർലമെൻറ്റിനെ മുഴുവൻ നിറയ്ക്കും. ഞാനൊരു ഷുഗർ പേഷ്യൻ്റാണെന്ന്. പ്രമേഹത്തിന് മരുന്നുണ്ട്, ഇതിന് പക്ഷെ മരുന്നില്ല. സിറ്റൗട്ടിൽ നിന്നും അലീന ഇരിപ്പുമുറിയിലേക്ക് കടന്നു. പിന്നാലെ മറ്റുള്ളവരും. ഔതക്കുട്ടി ചായനാണ് അലീന ചേച്ചി? രേവതിക്കുട്ടി ചോദിച്ചു. ഊണ് കഴിഞ്ഞ് മയങ്ങാൻ കയറിയതാ, എണീക്കേണ്ട സമയം കഴിഞ്ഞു. അലീന പറഞ്ഞു തീർന്നതും ഔതക്കുട്ടി ചായൻ വിളിച്ചു. മോളെ അലീന, എണീറ്റാൽ ഉടനെ ചായ വേണം, നല്ല കടുപ്പത്തിൽ. അതിനായി ഈ വിളി. അതെൻ്റെ കൈകൊണ്ട് തന്നെ ഇട്ടുകൊടുത്തില്ലെങ്കിൽ തൃപ്തിയാവില്ല. വാ. അലീന മൂവരെയും കൂട്ടി ഔതക്കുട്ടി ചായൻ്റെ മുറിയിലെത്തി. എഴുന്നേറ്റ് മുഖം കഴുകി ടവൽ മുഖത്ത് ചേർത്ത് നനവ് തുടയ്ക്കുകയായിരുന്നു ഔതക്കുട്ടി ചായൻ. വല്യപ്പച്ച. അലീനയുടെ വിളി കേട്ട് ഔതക്കുട്ടി ചായൻ നിലക്കണ്ണാടിയിൽ തെളിഞ്ഞ മുഖത്തെ ചുളിവുകളിൽ നിന്ന് കണ്ണെടുത്ത് തിരിഞ്ഞു. അലീന സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ കൈയിട്ട് അടുത്തേക്ക് വരുന്നത് കണ്ട് അയാൾ വിസ്മയാതീതനായി. അവൾക്ക് പുറകിൽ മധ്യവയസ്കരായ ഒരു സ്ത്രീയും പുരുഷനും. 3 പേരെയും എവിടെയോ വെച്ച് കണ്ട പരിചയം. ആദ്യം ഔതക്കുട്ടി ചായന് വന്നവർ ആരൊക്കെയാണെന്ന് മനസ്സിലായതേയില്ല. ഓർമ്മയുടെ ചിലന്തിവലകൾക്കപ്പുറത്ത് കിടക്കുന്ന മുഖങ്ങളെ കൂടി അയാൾ നൊടിയിടയിൽ കൊണ്ട് അരിച്ചു പറക്കി. പെട്ടെന്ന് രാത്രിയിൽ ഉദിച്ച സൂര്യനെ പോലെ ആ തിരിച്ചറിവിൻ്റെ കൊടും വെളിച്ചമേറ്റ് അയാളുടെ കണ്ണുകൾ പൊളിച്ചു. എറണാകുളത്തെ വീട്ടുകാരല്ലേ ഇത്? റാണിമോൾ സ്നേഹിച്ചിരുന്ന ചെറുപ്പക്കാരൻ്റെ മാതാപിതാക്കൾ. ഇതേ പെൺകുട്ടിയും മുതലേ ഇവർ ഒരു ദിവസം കൊട്ടാരമറ്റം തറവാട്ടിൽ വന്നത്. അലീന അവളുടെ തോളിൽ കൈയിട്ട് നിൽക്കുന്നത് എന്തിനാണ്? അവർ തമ്മിൽ മുൻപരിചയമുണ്ടോ? അലീന അവളുടെ നാനാതരം ആശങ്കകളുമായി ആശയക്കുഴപ്പങ്ങളും വൃദ്ധൻ്റെ മനസ്സിൽ രൂപം കൊണ്ടു. ഇതാരൊക്കെയാണ്? വല്യപ്പച്ചന് മനസ്സിലായോ? അലീന ചോദിച്ചു. ഔതക്കുട്ടി ചായൻ ഉറക്കച്ചടവും മാറാത്ത പോലെ കണ്ണുകൾ തിരുമ്മി വീണ്ടും നോക്കി. ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ മോളെ. വല്യപ്പച്ചൻ ഒന്ന് ഓർത്തു നോക്കിക്കേ. ഔതക്കുട്ടി ചായൻ അല്പനേരം ചിന്താധീനനായിട്ട് പറഞ്ഞു. എങ്ങാണ്ടോ കണ്ടു മറന്നതുപോലെ. മാമച്ചൻ അല്പം മുമ്പിലേക്ക് നീങ്ങി. ഞാൻ മാമച്ചൻ. എറണാകുളത്ത് പാലാരിവട്ടത്താണ് വീട്. നിങ്ങളുടെ ഇളയ മകളെ എൻ്റെ മകന് വേണ്ടി കല്യാണം ആലോചിച്ചിട്ടുണ്ട് 6 വർഷം മുൻപ്. ഔതക്കുട്ടി ചായൻ ചിരിച്ചു. എൻ്റെ മകൾക്ക് അങ്ങനെ എത്രയോ കല്യാണാലോചനകൾ വന്നതാ. പെണ്ണ് കാണൽ തന്നെ 8-10 തന്നെ നടന്നിട്ടുണ്ട്. അവസാനം മൂവാറ്റുപുഴക്കാരൻ ടോണിന്ന് പേരുള്ള ഒരുത്തനാ അവളെ കെട്ടിയത്. അലീനയ്ക്ക് കാര്യം മനസ്സിലായി. ഒരു വിധത്തിലും പിടികൊടുക്കുന്നില്ല. വല്യപ്പച്ചൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ മകനും നിങ്ങളുടെ ഷെറിനും തമ്മിൽ സ്നേഹത്തിലായിരുന്നു. അങ്ങനെയാണ് കല്യാണം ആലോചിച്ചത്, മാമച്ചൻ പറഞ്ഞു. ആ, ഞാൻ ഓർക്കുന്നില്ല. ചിലപ്പോൾ ശരിയായിരിക്കും. പ്രായം ഒരുപാടായില്ലേ? ഈയിടെയായിട്ട് മറവി കൂടുതലാ. പിന്നെ എറണാകുളത്ത് എങ്ങനെയാ കാലാവസ്ഥ? ഇക്കൊല്ലം ചൂട് കൂടുതലാണോ മഴ കുറവാണോ എന്നൊക്കെ കേൾക്കുന്നു. ഇവിടെയും അതൊക്കെ തന്നെ കേട്ടോ. എന്താ ചൂട്! ഇക്കണക്കിന് പോയാൽ വല്ല ഹിമാലയത്തിലും പോയി ജീവിക്കേണ്ടി വരും. ഔതക്കുട്ടി ചായൻ്റെ മുഖത്തു തന്നെയായിരുന്നു അലീനയുടെ നോട്ടം. അവളുടെ കണ്ണുകളിൽ നേരിടാനാവാത്ത അയാൾ ദൃഷ്ടി മാറ്റി. താൻ പറയുന്നത് കള്ളത്തരമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു കഴിയുമെന്ന് അയാൾക്ക് മനസ്സിലായി. മോളെ, ഇവരെ ഇവിടെ ഇങ്ങനെ നിർത്താതെ വിളിച്ചുകൊണ്ട് പോയി കുടിക്കാനോ തിന്നാനോ എന്തെങ്കിലും കൊടുക്ക്.
എറണാകുളത്തുനിന്ന് യാത്ര ചെയ്ത് വന്നതല്ലേ? ദൂരം കുറച്ച് വല്ലതുമാണോ? അത് കുടിച്ചാൻ രംഗത്തിനു രക്ഷപ്പെടാനുള്ള വ്യഗ്രതയോടെ പറഞ്ഞു. ശരി വല്യപ്പച്ച. അലീനയ്ക്ക് അയാളുടെ മനോഗതം മനസ്സിലായി. അവൾ മാമച്ചനെയും ഗ്രേസിമയും കൂട്ടി വാതിക്കലേക്ക് നീങ്ങി. റാണി ആൻറ്റി എൻ്റെ റൂമിലാ. ഉച്ചയ്ക്ക് മരുന്നുണ്ട്, അത് കഴിച്ചാൽ കുറച്ചു നേരം ഉറങ്ങും, അലീന പറഞ്ഞു. അവൾ അവരുടെ ഊണുമുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അങ്കിൾ ഇരിക്കുക. ആൻറ്റി, ഞങ്ങളുടെ കിച്ചൺ കാണണ്ടേ? ബാ. അവൾ ഗ്രേസിമയെ കിച്ചണിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. രേവതിക്കുട്ടിയും അവരോടൊപ്പം നീങ്ങി. മാമച്ചൻ പുറകിൽ കൈകെട്ടിക്കൊണ്ട് ഡൈനിങ് ടേബിളിന് ചുറ്റും നടന്നു. ഷെറിൻ നേർത്തു ദുർബലമായിരിക്കുന്ന ഒരു സ്വപ്നത്തിൽ തിരശ്ശീലകൾക്കിടയിലൂടെ ഉണർവിലെത്തി കൺമിഴിച്ചു. മേൽത്തട്ടിലേക്ക് നോക്കി അങ്ങനെ തന്നെ അല്പനേരം കിടന്നു. പിന്നെ എഴുന്നേറ്റ് ചുറ്റും നോക്കി. ടോയ്ലറ്റിൽ കയറി മുഖം കഴുകി തിരിച്ചു വന്നു കിടക്കയിലിരുന്നു. വാതിലിനപ്പുറത്ത് ഇടനാഴിയിലൂടെ ആരുടെയൊക്കെയോ കാലൊച്ചയും സംഭാഷണം അവൾ കേട്ടു. വാതിൽ മെല്ലെ തുറക്കപ്പെട്ടു. ആദ്യം അലീനയ്ക്ക് മുറിയിലേക്ക് കടന്നു. ആഹാ, റാണിയാൻറ്റി എണീറ്റായിരുന്നോ? എന്താ വിളിക്കാത്തത്? അലീന പിറകോട്ട് തിരിഞ്ഞ് ഇടനാഴിയിൽ നിന്നവരോട് അകത്തേക്ക് വരാൻ പറഞ്ഞു. രേവതിക്കുട്ടി അകത്ത് കടന്നു. പിന്നെ ഗ്രേസമ്മയും മാമച്ചനും. ഷെറിൻ്റെ ഇടനെഞ്ചിൽ ഒരു കൊള്ളിയാൻ മിന്നി. ജിജോമോൻ്റെ പപ്പയും അമ്മയും. അവളുടെ മനസ്സിൽ ഭൂതകാലത്തിൻ്റെ ഒരു ചെറിയ ഘട്ടം അനേകായിരം സ്ഫടിക കഷ്ണങ്ങളായി പൊട്ടിച്ചിതറി. എറണാകുളം പാലാരിവട്ടത്ത് തമ്മന റെയിൽവേ ഗേറ്റിനപ്പുറത്ത് മുല്ലക്കാനം വില്ല എന്നൊരു ഗേറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. വീടിന് മുൻപിൽ ബൈക്കിൽ ചാരി മാറത്ത് കൈകെട്ടി സുസ്മേരവദനയായി കാത്തുനിൽക്കുന്ന യുവാവ്. ഡോർബെല്ലിൽ തുടരെ പ്രസ് ചെയ്തിട്ട് ചുമരോട് പറ്റിപ്പിടിച്ച് ചേർന്ന് നിൽക്കുന്ന താൻ. മമ്മി വന്ന് തൻ്റെ ചെവിക്ക് പിടിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ പിന്നിൽ ജിജോമോൻ്റെ പൊട്ടിച്ചിരി. മമ്മി നിർബന്ധിച്ചിട്ട് ചായയോ കാപ്പിയോ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ജിജോമോൻ്റെ പപ്പയുടെ ഗൗരവത്തിലുള്ള തമാശ. ഇവിടെ മരുമോളായിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടാൻ 2 വർഷത്തെ എക്സ്പീരിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. ഊണുമേശയിൽ മമ്മി ഒരുക്കി തരാറുള്ള വിശിഷ്ടമായ ആഹാരപാനീയങ്ങൾ. ജിജോമോൻ്റെ കുസൃതിത്തരങ്ങളും ഊണുമേശയിലെ വഴക്കും തമാശയും ചിരിനുറുങ്ങും. അവധിക്ക് പുനലൂർക്ക് പോകുമ്പോൾ അണച്ചു പിടിച്ച് മമ്മി നെറ്റിയിൽ ചാർത്താറുള്ള സ്നേഹചുംബനം. അനേകം ചിത്രങ്ങൾ ആലേഖനം ചെയ്ത സ്ഫടികച്ചില്ലുകൾ അവളുടെ ഓർമ്മയിലേക്ക് കുത്തിത്തുളച്ച് കയറി. അവിടെ നിന്ന് രക്തവും വേദനയും വാർന്ന് 2 വലിയ നീർത്തുള്ളികൾ മിഴികളിൽ രൂപപ്പെട്ട് കൺമുൻപിലെ കാഴ്ച മങ്ങി. ഗ്രേസമ്മ ബെഡിനടുത്തേക്ക് ചെന്നപ്പോഴേക്കും ഷെറിൻ്റെ കവിളിൽ 2 ചാലുകൾ രൂപപ്പെട്ട് കഴിഞ്ഞു. അവൾ പതിയെ എഴുന്നേറ്റ് ഗ്രേസമ്മ കയ്യിലിരുന്ന ഹാൻഡ് ബാഗ് കിടക്കയിൽ വെച്ചു. എന്നിട്ട് ഷെറിൻ്റെ തോളത്ത് പിടിച്ച് അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. തൻ്റെ മകനെ സ്നേഹിക്കുകയും അവൻ്റെ കുഞ്ഞിനെ ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും ചെയ്ത പെണ്ണാണിത്. ഷെറിൻ. ഗ്രേസമ്മ പതിയെ പേര് ഉച്ചരിച്ചു. ഷെറിൻ ഒന്ന് തയങ്ങി. മോളെ. ഗ്രേസമ്മ അവളെ അണച്ചു പിടിച്ച് തലോടി. അവളുടെ കണ്ണിൽ വീണ് ഗ്രേസമ്മയുടെ ചുമൽ നനഞ്ഞു. ഒരു പക്ഷി പിടയുന്നത് പോലെ അവളുടെ ഹൃദയമിടിപ്പ് അവൾക്ക് തിരിച്ചറിയാമായിരുന്നു. ഒരമ്മയുടെ അരികത്തണഞ്ഞ കുഞ്ഞിനെ പോലെ ഷെറിൻ അവരുടെ ആശ്ലേഷത്തിൽ ഒതുങ്ങി നിന്നു. അലീന നിറമിഴികളോടെ മാമച്ചനെ നോക്കി. മാമച്ചൻ കണ്ണിമയ്ക്കാതെ ഒരു പുനഃസംഗമം നോക്കി വികാരധീനനായി നിൽക്കുകയാണ്. വാതിൽക്കൽ കാലച്ചു കേട്ട് അലീന മുഖം പിന്നോട്ട് തിരിച്ചു. വാതിലിനപ്പുറം പപ്പ അത്ഭുത സ്തബ്ധനായി നിൽക്കുന്നു. അവൾ കണ്ടു. പപ്പയുടെ പിന്നിൽ ഔതക്കുട്ടിച്ചായനും. വലിയ വീട്. പഴയ മൂസാവരി ബംഗ്ലാവുകളുടെ മാതൃകയിൽ പണിതതാണെങ്കിലും ആധുനിക സജ്ജീകരണങ്ങൾ എല്ലാമുണ്ട്. വലിപ്പമുള്ള മുറികൾ. ഭംഗിയും ആഠ്യത്വവും ഗാംഭീര്യവും വീട്ടുപകരണങ്ങൾ സ്ഥാനം തെറ്റാതെ ചിട്ടയായി സ്ഥാപിച്ചിരിക്കുന്നു. മനോഹരമായ ലോൺ, പൂന്തോട്ടം, നായ്ക്കൂടുകൾ, പ്രാക്കൂട്, താമരപ്പൊയ്ക, വിശാലമായ വീട്ടുവളപ്പ്. ഉഗ്രൻ വീടെന്ന് പറഞ്ഞാൽ പോരാ, അത്യുഗ്രൻ. രേവതിക്കുട്ടി അലീനയോട് പറഞ്ഞു. എനിക്കിഷ്ടപ്പെട്ടു. കുറച്ച് ദിവസം ഇവിടെ താമസിക്കാനൊരാഗ്രഹം. അതിനെന്താ, ഇവിടെ നമുക്ക് ഒരുമിച്ച് താമസിക്കാമല്ലോ. എൻ്റെ റൂമിൽ 4 പേർക്ക് സുഖമായിട്ട് കൂടാം. അലീന ചേച്ചിയുടെ റൂം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളി മുറിയാ. പപ്പ മോൾക്ക് തന്നിരിക്കുന്ന സ്ഥാനം ഇമ്മിണിയൊന്നുമല്ലല്ലോ, രേവതിക്കുട്ടി പുഞ്ചിരിയോടെ പറഞ്ഞു. അവൾ ലോണിനോട് നടന്ന് സംസാരിക്കുകയായിരുന്നു. അലീന ചേച്ചിക്ക് നല്ല മാറ്റമുണ്ട് കേട്ടോ, രേവതി പറഞ്ഞു. എന്ത് മാറ്റം? പാലയിൽ താമസിച്ചപ്പോഴത്തെ പോലെ അലീന ചേച്ചിയല്ല, ആകെ കൂടിയങ്ങ് നന്നായി. കുറച്ച് നിറം വെച്ചു, കവിളൊക്കെ തൊടുത്തു. അത് മാത്രമല്ല, പെരുമാറ്റത്തിലും സംസാരത്തിലുമൊക്കെ ഒരിത്തരം. മുൻപ് പാവം പിടിച്ച ഒരു അനാഥപ്പെണ്ണായിരുന്നു. അലീന ചേച്ചിയുടെ നടപ്പിലും എടുപ്പിലും കണ്ണിലും മുഖത്തും ഒക്കെ അവൾ പടയിറങ്ങിപ്പോയി. അനാഥയല്ലല്ലോ ഞാൻ. കോളേജ് അധ്യാപികയായ കൊല്ലപ്പള്ളി കൈതക്കൽ മാളിക വീട്ടിൽ വൈജയന്തിയുടെയും റിട്ടയർഡ് ലെഫ്റ്റനന്റ് കേണൽ കൊട്ടാരമറ്റം സ്റ്റാൻലി ജോസഫിൻ്റെയും മകളല്ലേ. എനിക്ക് എന്തുമാത്രമാ സ്വന്തക്കാരും ബന്ധുക്കളും. നീ മുൻപൊരിക്കൽ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ മാമച്ചനങ്ങളും ആൻറ്റിയും പോലും എൻ്റെ ബന്ധുക്കളായിട്ട് വരില്ലേ?
അലീനയുടെ സ്വരത്തിൽ ആത്മാർത്ഥതയും ആത്മവിശ്വാസവും നിറഞ്ഞിരുന്നു. ആവതക്കുട്ടിച്ചായൻ നീളം വരാന്തയിലൂടെ ലോണിലൂടെ സമാന്തരമായി നടന്നു വരുന്നുണ്ടായിരുന്നു. മോളെ അലീന, അയാൾ വിളിച്ചു. അലീന രേവതിക്കുട്ടിയെയും കൂട്ടി വരാന്തയിലൂടെ നേർക്ക് ചെന്നു. ആവതക്കുട്ടിച്ചായൻ ഒരു യാത്രയ്ക്കുള്ള ഒരുക്കത്തിലാണെന്ന് അലീന കണ്ടു. വെള്ളമുണ്ടും വെള്ള ഷർട്ടും അണിഞ്ഞ് ഷർട്ടിൻ്റെ നീളമുള്ള ഒരു കൈമടക്കി വെച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, ഞാൻ പുനലൂർ വരെ പോകുക. അതെന്താ വല്യപ്പച്ച പെട്ടെന്നൊരു യാത്ര? ഇതുവരെ വല്യപ്പച്ചൻ അതേക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അലീന ആശ്ചര്യത്തോട് ചോദിച്ചു. റോബിൻ വിളിച്ചു. വില്ലേജ് ഓഫീസിലോ മറ്റോ പോയി ഒപ്പിടണമെന്ന്. അലീന വല്യപ്പച്ചനെ സൂക്ഷിച്ചു നോക്കി. ഞാൻ പോയിട്ട് നാളെയോ മറ്റന്നാളോ ഇങ്ങ് വരാം. റാണിമോളോട് വേഗം ഒരുങ്ങാൻ പറ. അവളെ കൂടി ഞാനങ്ങ് കൊണ്ടുപോയിക്കോളാം. അത് കുട്ടിച്ചായൻ അലീനയുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. അതെന്തിനാ റാണി ആൻറ്റിയെ കൊണ്ടുപോകുന്നത്? ഇപ്പം കുറേ ദിവസമായില്ലേ ഇവിടെ വന്നിട്ട്. എന്നും അവളെ ഇവിടെ താമസിക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ താമസിക്കുന്നത് കൊണ്ട് എന്താ വലിപ്പിച്ച കുഴപ്പം? അലീന അമ്പരപ്പോടെ ചോദിച്ചു. അതൊരു ശരിയായ നടപടിയല്ലല്ലോ. ആളുകൾ എന്ത് വിചാരിക്കും? കല്യാണം കഴിപ്പിച്ച് വിട്ട പെണ്ണ് ആങ്ങളയുടെ വീട്ടിൽ വന്ന് അട്ടിപ്പേറി കിടക്കുന്നു. ഇവൾക്ക് ഭർത്താവില്ലേ, മക്കളില്ലേ, കുടുംബമില്ലേ? ചുമ്മാതെ എന്തിനാ ആളുകളെ കൊണ്ട് വല്ലതും ഇതും പറയിപ്പിക്കുന്നത്? വല്യപ്പച്ചൻ പുനലൂർ താമസിച്ചിരുന്നപ്പോഴത്തെ അവസ്ഥയിലാണോ റാണിയാൻ്റെ ഇപ്പം? എന്തുമാത്രം മാറ്റം വന്നു! സത്യം പറഞ്ഞ ഓരോ അസുഖം പുറമെ കാണാനില്ല. ചില ദിവസം ആരോടും മിണ്ടാതെ മരവിച്ച പോലെ ഇരിക്കുമെന്നല്ലേ ഉള്ളൂ. ലാലിച്ചിന് ഇതൊന്നും ഇഷ്ടപ്പെടില്ല. 1-2 ആഴ്ച ഇവിടെ താമസിച്ചോട്ടെ എന്നല്ലേ അവൻ അന്ന് പറഞ്ഞത്. ഇപ്പം ആഴ്ച എത്ര കഴിഞ്ഞു? അവളെ ഇവിടെ താമസിപ്പിച്ചത് മതിയെന്ന് ലാലിച്ചനോട് പറയിക്കണോ? അവനാണെങ്കിൽ മുഖത്ത് നോക്കി എന്നാ പറയാനും ഒരു മടിയുമില്ലാത്തവനാ. റാണി ആൻറ്റി ഇവിടുന്ന് കൊണ്ടുപോകാൻ പപ്പ ഒരിക്കലും പറയില്ല മോളെ. അല്ലെങ്കിൽ തന്നെ ഇവിടാണോ അവൾ താമസിക്കേണ്ടത്? തറവാട്ടിലല്ലേ? അതല്ലേ ശരി. വല്യപ്പച്ചൻ്റെ ഇഷ്ടം പോലെ ചെയ്തോ. അതിനു മുമ്പ് പപ്പയോടും കൂടി ഒന്ന് പറഞ്ഞേക്കണേ. എൻ്റെ മകളെ കൂട്ടിക്കൊണ്ടു പോകാൻ എനിക്ക് ആരുടെയും അനുവാദമൊന്നും വേണ്ട. എന്നാലും ഞാൻ പറഞ്ഞിട്ടേ കൊണ്ടുപോകത്തുള്ളൂ. ആവതക്കുട്ടിച്ചായൻ്റെ സ്വരത്തിൽ അല്പം നീരസം കലർന്നു. സ്റ്റാലിയുടെ മുറിയിലേക്ക് അയാൾ തിടുക്കത്തിൽ നടന്നു. എന്തുപറ്റി? രേവതിക്കുട്ടി ആശ്ചര്യത്തോടെ അലീനയോട് ചോദിച്ചു. നിങ്ങളെല്ലാവരും കൂടി വന്നത് കണ്ടപ്പോൾ വല്യപ്പച്ചനൊരു പേടി. കള്ളി വെളിച്ചത്താകുമോന്ന് അലീന പതിയെ പറഞ്ഞു. ഷെറിൻ ചേച്ചിയെ കൊണ്ടുപോകുമോ വല്യപ്പച്ചൻ? നോക്കാം. അലീന രേവതിയും കൂട്ടി വീടിനുള്ളിലേക്ക് കയറി. ആവതക്കുട്ടിച്ചായൻ സ്റ്റാലിയുടെ മുറിയിൽ ചെന്നപ്പോൾ അവിടെ മാമച്ചൻ ഇരിപ്പുണ്ട്. സ്റ്റാലി 2 ഗ്ലാസുകളിലേക്ക് മദ്യം പകരുകയാണ്. സോഡയോ ഐസ് വാട്ടറോ? സ്റ്റാലി ചോദിക്കുന്നു. ഞാനങ്ങനെ പകൽ സമയത്ത് കഴിക്കാറില്ല. only 1 peck, just for a company's sake. സ്റ്റാലിൻ ഗ്ലാസ് മാമച്ചൻ്റെ മുമ്പിലേക്ക് നീക്കി വെച്ചു. സോഡ മതി. മാമച്ചൻ സമ്മതം നൽകി. അച്ചാച്ചന് വേണോ? സ്റ്റാൻലി അവതക്കുട്ടിച്ചായനെ നോക്കി. വേണ്ട, ഞാൻ പുനലൂർ വരെ പോകുക. അത് പറയാനാ വന്നത്. ശരി, പോയിട്ട് വാ. റാണിമോളെയും കൊണ്ടുപോകും. കുറേ നാളെയല്ലേ അവളിവിടെ വന്നിട്ട്. അതെന്തിനാ അവളെ കൊണ്ടുപോകുന്നത്? അവൾ ഇവിടെ നല്ല ചേഞ്ച് ഉണ്ടല്ലോ. ഡോക്ടറെ കാണിക്കേണ്ട സമയമായി. ഒരു ചെക്കപ്പ് നടത്തുന്നത് നല്ലതാ. മരുന്നിൻ്റെ ഡോസ് കുറയ്ക്കണോ വേണ്ടയോ എന്നറിയണ്ടേ? അലീനയോട് പറഞ്ഞു. ഇതൊന്നും ആരും പറഞ്ഞു കേട്ടില്ലല്ലോ. പെട്ടെന്ന് തീരുമാനിച്ചതാണോ? റോബിച്ചിനെ വിളിച്ചപ്പം അവനാ പറഞ്ഞത് റാണിമോളെ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകേണ്ട സമയം കഴിഞ്ഞെന്ന്. ഞാനതങ്ങ് മറന്നുപോയി. അപ്പച്ചൻ തിരിച്ചു വരുമ്പോൾ അവളെയും തിരിച്ചു കൊണ്ടുവരില്ലേ? നോക്കട്ടെ. അത് കുട്ടിച്ചായൻ പോകാനായി തിരിഞ്ഞപ്പോൾ വാതിക്കൽ കട്ടിളയിൽ ചാരി അലീന നിൽക്കുന്നത് കണ്ടു. അവളുടെ പിന്നിൽ രേവതിക്കുട്ടിയും നിൽപ്പുണ്ട്. നാളെ രാവിലെ പോയാലും റാണി ആൻറ്റിയെ ഡോക്ടറുടെ അടുത്ത് ചെക്കപ്പിന് കൊണ്ടുപോകാൻ പറ്റില്ലേ വല്യപ്പച്ച? അലീന പറഞ്ഞു. ഇന്ന് വൈകുന്നേരം ആ ഡോക്ടറെ കാണാൻ പറ്റൂ. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വെള്ളിയാഴ്ച ആകണം. വല്യപ്പച്ചൻ എന്നോട് പറഞ്ഞത് വില്ലേജ് ഓഫീസിൽ പോയി അത്യാവശ്യമായിട്ട് ഒരു ഒപ്പിടണം എന്ന് റോബിച്ചൻ പറഞ്ഞു എന്നല്ലേ? ആ, അതുമുണ്ട്. റാണി ആൻറ്റി ഇന്ന് ഇവിടുന്ന് വിളിച്ചോണ്ട് പോയാൽ വല്യപ്പച്ചന് സത്യം മൂടിവെക്കാൻ പറ്റുമോ? സത്യം മൂടിവെക്കാനോ? നീ എന്താ മോളെ പറയുന്നേ? എന്ത് സത്യം? എന്ത് സത്യം? ഈ ഇരിക്കുന്ന മാമനച്ചങ്ങളുടെ മോനും റാണിയാൻ്റെയും തമ്മിൽ സ്നേഹിച്ചിരുന്നു എന്ന സത്യം. ആ മോൻ്റെ കുഞ്ഞിനെ റാണിയാൻ്റി ഗർഭം ധരിച്ച് പ്രസവിച്ചു എന്നുള്ള സത്യം. തിരുവനന്തപുരത്ത് പോങ്ങുംമുടിനടുത്ത് ലിറ്റിൽ ഫ്ലവർ എന്ന ഓഫനേജിൽ ആ കുഞ്ഞിനെ വളർത്താൻ ഏൽപ്പിച്ചു എന്ന സത്യം. അലീന പറഞ്ഞു നിർത്തിയതും ഒരു നിശബ്ദത ആ മുറിയിൽ നിറഞ്ഞു. ആവതക്കുട്ടിച്ചായൻ്റെ മുഖം പാടെ വിളറിപ്പോയിരുന്നു. അയാൾ ആരുടെയും മുഖത്ത് നോക്കാതെ തല കുനിച്ച് മുറിവിട്ടിറങ്ങിപ്പോയി.